for this special occasion. വേദിയിലും സദസ്സിലും ദുഷ്ടരായിരിക്കുന്ന പ്രിയരെ, വജ്ര ജൂബിലിയുടെ സായുജ്യവും ധന്യതയും നൽകി അക്ഷരത്തിന്റെ വെളിച്ചവും അറിവിന്റെ അഗ്നിയും തലമുറകൾക്ക് പകർന്നു നൽകിയ മഹനീയ കലാലയം. വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഈ ഉദ്ഘാടന വേളയിൽ ഈ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് കോളേജിന്റെ മാനേജർ കൂടിയായ സിസ്റ്റർ ലിലിയോസ് ആണ്. ബഹുമാനപ്പെട്ട മദറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ഇന്ത്യൻ പാർലമെന്റ് അംഗം ഡോക്ടർ ശശി തരൂർ സാറാണ്. 2009 മുതൽ നമ്മുടെ തലസ്ഥാന നഗരിയെ പ്രദാനം ചെയ്യുന്ന പാർലമെന്റ് അംഗം, മുൻ വിദേശകാര്യ സഹമന്ത്രി, മുൻ മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി, 28ഓളം പുസ്തകങ്ങളുടെ, അതും വൈവിധ്യമാർന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്ത പുസ്തകങ്ങളുടെ രചയിതാവ്, അതിലുപരി ഐക്യരാഷ്ട്രസഭയിൽ വാർത്താവിനിമയവും പബ്ലിക് ഇൻഫർമേഷനും കൈകാര്യം ചെയ്ത ജനറൽ സെക്രട്ടറി, അങ്ങനെ താനെടുത്ത എല്ലാ സ്ഥാനങ്ങളെയും അതിശയിപ്പിക്കുന്ന സ്വീകാര്യതയാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ ശശി തരൂർ സ്വന്തം വ്യക്തിവിശേഷം കൊണ്ട് നേടിയെടുത്തത്. ഒരു വിശ്വപൗരൻ എന്ന നിലയിൽ ഇനിയും കൂടുതൽ ഉയരങ്ങൾ, നേട്ടങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിലേക്ക് ഏറ്റവും ആദരവോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വജ്ര ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതിയുടെ റിലീസിംഗ് നിർവഹിക്കുന്നത് കേരളത്തിൻ്റെ അക്ഷര നഗരിയുടെ, നമ്മുടെ സ്വന്തം കോട്ടയത്തിൻ്റെ പാർലമെന്റ് പ്രതിനിധിയായ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് അവർകളാണ്. 13ാമത്തെയും 14ാമത്തെയും ലോക്സഭയിൽ ഇടുക്കിയുടെ, നമ്മുടെ സ്വന്തം കർഷകരുടെ സ്വരമായി മാറിയ അദ്ദേഹം 18ാം ലോക്സഭയിൽ കോട്ടയത്തിൻ്റെ ജനകീയ നേതാവായി മാറി. പ്രത്യേക ശാസ്ത്ര പ്രതിബദ്ധതകളൊരു ഭാരമാവാതെ വളരെ മികവാർന്ന പ്രവർത്തന ശൈലിയോടെ ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ സ്വരമായി മാറിയ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിന്റെ ഏറ്റവും ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഇന്ന് ഈ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ പ്രിയങ്കരനായ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ CT അരവിന്ദ് കുമാർ സാറാണ്. മികച്ച ഒരു അധ്യാപകൻ, മികച്ച ഒരു ശാസ്ത്രജ്ഞൻ, 14ഓളം വിദേശ സർവകലാശാലകളിലെ വിസിറ്റിംഗ് പ്രൊഫസർ, അങ്ങനെ അധ്യാപന രംഗത്തും ഗവേഷണ രംഗത്തും നിരവധി ബഹുമതികൾക്ക് ഉടമയായ ഞങ്ങളുടെ പ്രിയങ്കരനായ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ CT അരവിന്ദ് കുമാർ സാറിനെ ഏറ്റവും ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് UC കോളേജ് ആലുവയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ആലീസ് ആണ്. 1987-89 കാലഘട്ടത്തിൽ ഈ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്ന മിസ്സിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട രേഖ മിസ്, ഈ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മുൻ അധ്യാപികയും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റും IPSC കോർഡിനേറ്ററും ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപത പാസ്റ്റർ കൗൺസിലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയും കൂടിയായ രേഖ മിസ്സിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ ലിൻസി SABS സെൻറ് തോമസ് പ്രൊവിൻസിൻ്റെ എഡ്യൂക്കേഷൻ കൗൺസിലറും കൂടിയായ സിസ്റ്ററെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ മലയാള വിഭാഗം അധ്യാപികയും ജൂബിലി കമ്മിറ്റി കൺവീനറും കൂടിയായ ഡോക്ടർ സ്റ്റാർലറ്റ് മാത്യു ആണ്. മിസ്സിനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ സ്വാഗതം ആശംസിക്കേണ്ടത് പ്രൗഢവും ഗംഭീരവും സുന്ദരവുമായ ഈ സദസ്സിനാണ്. വേദിയിലിരിക്കുന്ന ബഹുമാനികൾക്കും സദസ്സിലെ ബഹുമാനികൾക്കും പ്രിയരായ എല്ലാ ടീച്ചേഴ്സിനും കുട്ടികൾക്കും വിശിഷ്ടാദികൾക്കും എല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം മോദിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. To preside over this
to have with us Reverend Sister Lily Rose SCBS, the manager of BK College and Provincial Superior of St. Thomas Province, Chamanasheri. I now invite Reverend Sister Lily Rose to deliver the presidential address. ഒത്തിരി സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുക. വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസി സമൂഹത്തിൻ്റെ സെയിൻറ് തോമസ് പ്രൊവിൻസിൻ്റെ മാനേജ്മെൻറ്റിൽ നടത്തപ്പെടുന്ന അമലഗിരി BK കോളേജ് ഇന്ന് വജ്ര ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്നു. നമുക്കേറെ സന്തോഷിക്കാം, ദൈവത്തിന് നന്ദി പറയാം. ജൂബിലി ഒരേ സമയം ഓർമ്മയും ഓർമ്മപ്പെടുത്തലുമാണ്. ആ വിധത്തിൽ ഒരു പുനർവായനയുടെയും പുനഃസമർപ്പണത്തിൻ്റെയും അവസരം കൂടിയാണിത്. ഇന്ന് അമലഗിരി BK കുടുംബം ഒന്നിച്ചണിചേർന്ന ഈ അവസരത്തിൽ ആദ്യമേ തന്നെ എല്ലാവർക്കും വജ്ര ജൂബിലിയുടെ മംഗളാശംസകൾ ഞാൻ നേരിട്ടെ. ഒരു പൂർവ്വ വിദ്യാർത്ഥിനി, അധ്യാപിക, പ്രിൻസിപ്പൽ, മാനേജർ എന്ന നിലകളിൽ ഈ കലാലയത്തിന്റെ ഭാഗമാകുവാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ജൂബിലിയുടെ അനുഗ്രഹപ്രദവും സന്തോഷകരവുമായ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. Now, we are deeply honored to have as a chief guest today the distinguished Dr. Shashi Tharoor, Honorable MP from Thiruvananthapuram. A man of exceptional intellect, Dr. Tharoor has made significant contributions as an author, diplomat and politician. Please welcome him with a round of applause. Respected Reverend Sister Lily Rose, the Provincial Superior of St. Thomas Province, Chamanasheri, my colleague and good friend, Advocate Francis George, your own representative in Parliament from the Kottayam constituency, Professor Dr. C.T. Aravinda Kumar, the Honourable Vice Chancellor of Mahatma Gandhi University, Dr. Winnie Thomas, Principal, gave us such a nice welcome address. Reverend Sister Lindsay, Education Counselor, Dr. Rekha Matthews, Dr. Minnie Ellis, Dr. Starlet Matthew, the various alumni, teachers, faculty, students, who else have I left out? Priests, nuns, and sisters and brothers in the audience. Welcome and Vinidamaya Namaskar. It's a very special distinction to be present on the occasion of the Diamond Jubilee of Bishop Kuriyaracheri College for Women. It's particularly striking because the illustrious bishop for whom this college is named himself only lived for a short life of 52 years, and he passed away almost exactly as he had anticipated after offering a mass in Italy at the very altar where he had offered his first mass upon being ordained as a priest. It's a remarkable man who is already now declared the Venerable Bishop Kuriyaracheri. But he had this vision of setting up what has become the Adoration Congregation, the congregation of the Blessed Sisters of Adoration of the Virgin Mary. And what is striking is that in those days, he passed away in 1925, he had already articulated the importance of educating women.
As he memorably said, and we've already heard the quotation, he said, if you educate a woman, you educate a generation. Interestingly, Mahatma Gandhi said something very similar. He said, if you educate a boy, you educate a person. If you educate a girl, you educate a family and an entire community. So in fact, they both thought along the same lines. But it took almost 40 years after Bishop Kuriyaracheri had left for his heavenly abode before this college could be established. And now it has outlived him and it is thriving in Kottayam, so much so that my good friend Francis George told me how important it was to honor this remarkable institution at the beginning of its 60th year, its very special Diamond Jubilee. My congratulations to all those involved in building up this college over these 60 years, those who are with us and those who have moved on, and above all the sisters of adoration and their remarkable work here as embodied by Sister Lily Rose. What is striking is that even in institutions where the girls are in a minority, I remember one college where only 20% of the student body was girls. Even in such an institution, 80 to 90% of the prize winners are the girls. This is a demonstration of how, given the opportunity, girls are much better at seizing it and working for themselves and for the future. I said, in the 21st century, with modern technology, the only advantage that you boys used to have is muscle, brawn. Brawn is irrelevant now. Machines can do everything that a brawny man can do. Brains are what matter. How you think is what matters. What you want to get done is what matters. And how you accomplish it and how you see through, those matter. And in all of those, girls have consistently proven to be better than boys. I said, why should you assume that you will continue to dominate society? There is nothing you can do, young men, that a woman can't do. But there are some things women can do that you can't do, such as having children, bearing them, raising them. I've taken a little longer than I intended to, but I wanted to leave with this positive message to all the girls of BK College, simpler. And I wanted to thank you all for giving me this opportunity to launch your 60th year celebrations. May the Diamond Jubilee year be illustrious and successful, and may you go on to many, many years of glorious successes in this area and produce even better citizens and leaders for our country. Thank you all very much. Happy Diamond Jubilee and Jai. Thank you so much, sir, for throwing light on the importance of educating our women, their empowerment, and the immediate need for a change in the perspective towards women in a society like India. Dear sir, on behalf of the entire BK College, we'd like to present you with a token of love. I invite Reverend Sister Lily Rose SABS to hand over our token of love to you. I invite Advocate Francis George, Honorable Member of Parliament from Kottayam, to do the honours.
deliver his speech. Sir, please. ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ഭാഗ്യസ്മരണാർഹനായ കുര്യാളശ്ശേരി പിതാവിനെ വളരെ ആദരപൂർവ്വം സ്മരിക്കുകയാണ്. പിതാവിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് 60 വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ അനേകായിരം പെൺകുട്ടികൾക്ക് പഴയകാലത്ത് നമുക്കറിയാം, ഇന്നിപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അന്ന് ഒരുപക്ഷെ പെൺകുട്ടികൾക്ക് നേരത്തെ ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ കേരളത്തിലും സാഹചര്യങ്ങൾ നമുക്കറിയാം, എപ്പോഴും ഒരു പരിഗണന കുറവ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടി ഇതുപോലൊരു കലാലയം സ്ഥാപിച്ച SABS കോൺഗ്രിഗേഷൻ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. SABS അഡോറേഷൻ കോൺഗ്രിഗേഷൻ നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്താണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പല മേഖലകളിലായി നടത്തുന്നുണ്ട്. അവയെല്ലാം ഈ കോളേജ് പോലെ തന്നെ മികവിൻ്റെ കേന്ദ്രങ്ങളാണ്, സെന്റേഴ്സ് ഓഫ് എക്സലൻസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഏറ്റവും നന്നായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു സമൂഹമാണ് നമ്മൾ ഈ അഡോറേഷൻ കോൺഗ്രിഗേഷൻ. തീർച്ചയായിട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഈ സമൂഹം നൽകിയിട്ടുള്ള നിർണായകമായിട്ടുള്ള സംഭാവന അത് കേരള സമൂഹം തീർച്ചയായിട്ടും നന്ദിയോടുകൂടി സ്മരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിനയപൂർവ്വമായിട്ടുള്ള അഭിപ്രായം. കേരളത്തിൽ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് നേടിയിട്ടുള്ള നേട്ടങ്ങളെല്ലാം തീർച്ചയായിട്ടും ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ബജറ്റ് വിഹിതത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ഈ 2 രംഗത്തും നമുക്ക് ഇന്ന് കാണുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. അവിടെയൊക്കെ സ്വകാര്യ ഏജൻസികൾ ഇതുപോലെ മുന്നോട്ട് വന്ന് സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ അവകാശപ്പെടുന്നത്. നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ പട്ടികയിലാണ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് നമ്മളെപ്പോഴും എടുത്തു പറയുന്ന കാര്യമാണ്. നമ്മൾ ആ തലത്തിലേക്ക്, ഏറ്റവും വികസിത രാജ്യങ്ങളുടെ തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കണക്കുകൾ വെച്ച് അത് ശരിയാണെന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട 21ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ, അറിവിൻ്റെ യുഗത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച പരിശീലനം നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ലോകത്ത് എവിടെ ചെന്നാലും ഏത് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും അതെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്ന രീതി, ആഴത്തിലുള്ള അറിവ്, ഏറ്റവും മികച്ച പരിശീലനം, അതെല്ലാം കൊടുക്കുവാനുള്ള പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയും ഇന്ന് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്നും വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയൊരു വെല്ലുവിളി നേരിടുകയാണ്. കണക്കുകൾ എന്താണ് പറയുന്നത്? കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിൽ നിന്ന് 47 ലക്ഷത്തോളം കുട്ടികളാണ് വിദേശത്ത് പഠിക്കാനായിട്ട് പോയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുക? ഈ മൈഗ്രേഷൻ സർവേ, കേരളത്തിന്റെ മൈഗ്രേഷൻ സർവേയിൽ കൃത്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2 കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഒന്ന്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാരം ഉയർത്താനുള്ള നടപടികൾ ഉണ്ടാകും. 2, പോയവർക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു പറ്റും. എങ്കിൽ മാത്രമേ ആ പോയ ആളുകളൊക്കെ തിരിച്ചു കൊണ്ടുവരികയുള്ളൂ. അല്ലെങ്കിൽ അവരവിടെ കൊണ്ടൊക്കെ ജീവിക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. അത് നമ്മളെ എങ്ങനെ ബാധിക്കും, ഭാവിയിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഡയമണ്ട് ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന BKC കോളേജിന് ഞാൻ ഈ അവസരത്തിൽ എൻ്റെ മാനേജ്മെന്റിന്, അധ്യാപക സുഹൃത്തുക്കൾ, വിദ്യാർത്ഥിനികൾ, സർവോപരി മാതാപിതാക്കൾ എല്ലാവർക്കും, ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും വജ്രജൂബിലിയുടെ മംഗളങ്ങൾ നേരുന്നു. എല്ലാവരും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ. എന്നാൽ മികവോടുകൂടി ഒരു സെന്റർ ഓഫ് എക്സലൻസ് എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച് ഇനിയും ദീർഘകാലം മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശശി തരൂർ, അദ്ദേഹത്തിനോട് ഞാനൊരു വ്യക്തിപരമായ നന്ദി കൂടി പറയേണ്ടതായിട്ടുണ്ട്. വളരെ തിരക്കിട്ട ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. ലോകം മുഴുവൻ സഞ്ചരിക്കുകയും ഇങ്ങനെ പ്രഭാഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തോട് ഇവിടെ മാനേജ്മെന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒത്തിരി തിരക്കുണ്ടായെങ്കിലും ഫ്രാൻസിസ് ഞാനത് എങ്ങനെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്തോളാം എന്ന് എന്നോട് വാക്ക് പറഞ്ഞു. അതനുസരിച്ച് അദ്ദേഹം വന്നു. അപ്പൊ അദ്ദേഹത്തോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും അഭിവാദം. Thank you, sir, for your thought-provoking and motivating words. Now, I would like to invite Professor Dr. C.T. Arvind Kumar, Honorable Vice Chancellor, Mahatma Gandhi University. Please welcome him with a huge round of applause.
നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം പൊതുവിൽ മാറി വരുന്ന ഒരു കാഴ്ചയാണ്. അതാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുവിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് ഒരു കണക്കിൽ. കാരണം നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരം വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്കാരമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ തന്നെ ഒരു ചാവറ അച്ഛൻ കോട്ടയത്ത് ഒരു സംസ്കൃതം സ്കൂൾ തുടങ്ങി എന്ന് പറയുന്ന വലിയ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതിനുശേഷം വന്ന ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഒരു ശ്രമഫലം ശരിക്കും നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ, നാടിൻ്റെ ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തെ മാറ്റിമറിച്ചു. അതുപോലെ തന്നെ 57-ൽ വന്ന മന്ത്രിസഭ, അതിനുശേഷം വന്ന എല്ലാ മാറി വന്ന എല്ലാ മന്ത്രിസഭ, ഗവൺമെൻറ്റും ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ ഊന്നൽ കൊടുത്തു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലുള്ള പുതിയ ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ടാകുമ്പോൾ വരുന്ന വർഷങ്ങളിലൊന്നും നമുക്കറിയാത്ത ജോലികളായിരിക്കും, ജോലിയുടെ പേര് വരെ മാറും. നമുക്കിപ്പോൾ അറിയാത്ത ജോലിയുടെ പേരായിരിക്കും ഒരു 20-10 വർഷം കഴിയുമ്പോൾ ഉള്ള ജോലികൾ തന്നെ. ഇതിന് പറ്റിയ ഒരു വിദ്യാഭ്യാസ സംസ്കാരം നമുക്കിപ്പോഴുണ്ടോ? അല്ലെ അതാണ് നമുക്ക് അത്യാവശ്യം. അതിനാണ് ഈ പറഞ്ഞതുപോലെ മൈൻഡ് സെറ്റ് മാറുക എന്നുള്ളത്. ഇതെന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്ത്യ ആസ് എ ഹോൾ എന്നുള്ളത് ഡിസിപ്ലിൻ വൈസ്ഡ് ഇൻസുലാരിറ്റി. സുവോളജി എന്ന് പറഞ്ഞാൽ ഒരു വട്ടം നമ്മൾ വരച്ചു വെച്ചിട്ട് വേറെ ആരെ അകത്തോട്ട് കയറ്റാനും പറ്റില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകാനും പറ്റില്ല. ഇത് ശരിക്കും ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലത്താണ് ഫിസിക്സ്, കെമിസ്ട്രി ഇങ്ങനെയുള്ള ശക്തമായ ഡിവിഷൻ വന്നത്. ഈ ഡിവിഷൻ എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ സയൻസിനെയും ടെക്നോളജിയും ഒക്കെ ഉയർത്താൻ വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പഠനം ആവശ്യമാണെന്നുള്ളത്. അത് മാറി. എന്ന് മാറി 30 വർഷം തന്നെ ലോകത്ത് മാറി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നമ്മൾ കേരളത്തിൽ മാറിയിട്ടില്ല. അതാണ് ഈ സബ്ജക്റ്റിൻ്റെ ഡിസിപ്ലിനാണ്. ഇത് ഇടിച്ചു കളയുക എന്നുള്ളതാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഈ മൈനർ, മേജർ, അതായത് സോഷ്യൽ സയൻസ് പഠിക്കുന്ന ഒരാൾക്ക് ഫിസിക്സ് പഠിക്കാം കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ. ഇത് ഞാൻ പറഞ്ഞൊരു മൈൻഡ് സെറ്റ് ഒരു പ്രശ്നമുണ്ട്. അതുപോലെ നമ്മുടെ കംപ്ലീറ്റ് ഒരു റീവർക്കിൻ്റെ പ്രശ്നമുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ തീർച്ചയായിട്ടും വിമൻ എഡ്യൂക്കേഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും കേരളം വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം. വിദ്യാഭ്യാസ സമുദായത്തിലുള്ള മാറ്റത്തിൽ നമ്മൾ വളരെ ശക്തമായിട്ട് ഇടപെടുകയും അത് പ്രാവർത്തികമാക്കി ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിൽ കുട്ടികൾ വിദേശത്ത് പോകും. അതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് സ്റ്റെബിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് ഈ കൺവെൻഷനലായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റിമറിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വലിയൊരു വിദ്യാഭ്യാസ സംസ്കാരം അടുത്ത നെക്സ്റ്റ് ജനറേഷൻ എഡ്യൂക്കേഷനിലേക്ക് പോകാൻ പറ്റും. അതിന് സാധിക്കട്ടെ. ഈ കോളേജ് ഇക്കാര്യത്തിൽ വളരെ ഭംഗിയായി ഒരുപാട് കാര്യങ്ങൾ നിർവഹിച്ചൊരു കോളേജാണ്. എല്ലാ ആശംസകളും. Now I invite Reverend Sister Lindsay William Lathal, SABS, Education Counselor, St. Thomas Province. ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാലയത്തിന് ഞങ്ങൾ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ, ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് ഞങ്ങളോട് പഠിച്ചവർ ഒത്തിരി പേര് സദസ്സിലിരിപ്പുണ്ട്, സിസ്റ്റേഴ്സും അല്ലാത്തവരും ഒക്കെ ആയിട്ടിരിപ്പുണ്ട്. എല്ലാവരുടെയും പേരിൽ ഇപ്പോൾ ഉള്ളവർക്കും നേരത്തെ ഉണ്ടായിരുന്നവർക്കും എല്ലാം ജൂബിലിയുടെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു പ്രകാശം നിർത്താനായിട്ട് എപ്പോഴും വിളക്ക് കൈ പിടിക്കണമെന്നില്ല. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ സ്നേഹത്തിന്റെ പ്രകാശം ഉണ്ടെങ്കിൽ നമുക്ക് പ്രകാശം നൽകാൻ സാധിക്കും, വളർത്താൻ സാധിക്കും. ഈ ഒരു വളർച്ചയാണ് ഈ അമേരിക്കൻ കോളേജ് ഓരോ വ്യക്തികൾക്കും, ഓരോ കുഞ്ഞുങ്ങൾക്കും, ഇതിലൂടെ കടന്നുപോയ ഓരോ വ്യക്തികൾക്കും കൊടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഇപ്പൊ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികള് ഭാഗ്യം ചെയ്തവരാണ്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഏത് നിലയിലാണ് ഒരു കുട്ടിക്ക് കഴിവുള്ളത്. ഇപ്പൊ ലീഡർഷിപ്പിലാണെങ്കിൽ ആ രീതി വളർത്തും. പിന്നെ കുട്ടിക്ക് പഠിക്കാനാണ് കഴിവെങ്കിൽ അങ്ങനെ, ഡാൻസ് കളിക്കാനാണെങ്കിൽ അങ്ങനെ എല്ലാ വിധത്തിലും ഏത് ഒരു കുട്ടിക്ക് എന്താണോ കഴിവ് അതിനെ കണ്ടെത്തി പഠിപ്പിക്കാനുള്ള ഞങ്ങളുടെ അധ്യാപകരുടെ ആ ഒരു ഡെഡിക്കേഷൻ, ആത്മസമർപ്പണം, അതൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു. നിങ്ങളിൽ നിന്നാണ് പല കാര്യങ്ങളും എല്ലാം പഠിച്ചില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇവിടുത്തെ അധ്യാപകരിൽ നിന്നാണ് കിട്ടിയതുകൊണ്ട് നന്ദിയോട് ഓർക്കുകയാണ്. ഒത്തിരി സ്നേഹമുള്ളവർ മാത്രം സംഘടിച്ചിരിക്കുന്ന ഈ സമൂഹത്തില് ഈ കോളേജിന്റെ ഡയമണ്ട് ജൂബിലിക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനയും നാട്ടുനാടിന്റെ എല്ലാ യശസ്സും വർദ്ധിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നേരുന്നു. നന്ദി, നമസ്കാരം. I would like to invite our manager, Reverend Sister Lily Rose, to hand over the token of love to our esteemed guests.
60 years back, the seed that was to be BK College was put to the ground. The SABS congregation carefully watched over, providing a congenial atmosphere, making sure that the seed germinated, sprouted into a healthy sapling, and grew branches and leaves. And now we have this majestic tree. This is the occasion to remember with gratitude our beloved pioneers, Reverend Mother Jerose, Reverend Mother Xavier, Reverend Mother Esperek, the first appointed professors, who nurtured this sapling lovingly into the tree that it is now. Let me point out one single thing. The Kudumbashree mission of the Government of India was started in 1998, but we had Amala Mahila Vedi functioning in full swing since 1985 with women self-help groups and self-employment schemes. Reverend Sister Rose Valyavarambal was here, and Reverend Sister Graceland were the powerhouses behind making the women in the neighborhood empowered and self-reliant. The college has always been the city on the hill, exemplifying its motto, Achendere Lumen, which means to kindle the light. We have been an authentic presence, dispelling darkness in all its crippling forms. We have made a difference in so many lives. We have come a long way, and we know we have miles to go. This institution instilled courage and hope in many a student heart, shaping women of quality and character who represent a counterculture with a vision springing from deep and abiding faith. Intellectual fashions, modes of thinking, and political discourses keep changing, but the seamless dissemination of eternal values down the years proclaim the worth and value of this institution. May this institution scale greater heights. Good wishes to Reverend Sister Lady Rose, the manager, Dr. Vinnie Thomas, the principal, esteemed teachers, non-teaching staff members, and you, my beloved students. The best is yet to be. God bless. Thank you. ബിഷപ്പ് കുര്യാളശ്ശേരി കോളേജിൻ്റെ പടികൾ ചവിട്ടിക്കൊണ്ടാണ് ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലം ആരംഭിച്ചത്. നീണ്ട 37 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഈ കോളേജിലേക്ക് ആദ്യം കടന്നു വന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ ചുവടുവെപ്പുകൾക്ക് വഴികാട്ടിയായി മാറിയ ഒരു കലാലയത്തെ കുറിച്ച് ജൂബിലി വർഷത്തിൽ 3 മിനിറ്റ് സംസാരിക്കുക എന്നൊരു സാഹസിക വൃത്തിക്കാണ് ഞാനിവിടെ നിൽക്കുന്നത്. തിരിച്ചു ചെല്ലുവാൻ ക്ഷണിക്കുന്ന ഇടങ്ങളാണ് വീട് എന്ന് പറഞ്ഞു വയ്ക്കാറുണ്ട്. പലപ്പോഴും ഭൗതികമായ എടുപ്പുകളോ ചിലപ്പോൾ മനുഷ്യബന്ധങ്ങൾ പോലുമോ മാത്രമല്ല ഒരു മനുഷ്യരെ ചില ഇടങ്ങളിലേക്ക് തിരിച്ചു ചെല്ലുവാനായിട്ട് ക്ഷണിക്കുക. മറിച്ച് വളരെ ഗാഢമായ ഓർമ്മകൾ ചിതറിക്കിടക്കുന്ന ഇടങ്ങളിലേക്ക് മനുഷ്യരില്ലാത്ത സന്ദർഭങ്ങളിൽ പോലും ആ ഇടങ്ങൾ തേടി ചെന്നെത്തുന്ന വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും. ബിഷപ്പ് കുര്യാളശ്ശേരി കോളേജിൻ്റെ പടി വർഷങ്ങൾക്ക് ശേഷം പിന്മടക്കമായി തിരിച്ചു വരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വീട് നൽകുന്ന ചില അനുഭവങ്ങൾ, ഓർമ്മകൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്ന് ആത്മാർത്ഥമായി ഞാനിവിടെ രേഖപ്പെടുത്തട്ടെ. ഖലീൽ ജിബ്രാന്റെ ലോകപ്രശസ്തമായ പ്രൊഫറ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അൽ മുസ്തഫ എന്ന പ്രവാചകൻ ഓർഫലിസ് ദ്വീപിലെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു അധ്യാപകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അധ്യാപകനെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മന്ദിരത്തിൻ്റെ നിഴൽ പറ്റി സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം സഞ്ചരിക്കുന്ന അധ്യാപകൻ ജ്ഞാനം മാത്രമല്ല പകർന്നു കൊടുക്കുന്നത്, മറിച്ച് വിശ്വാസവും സ്നേഹവും കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പറയട്ടെ, ബിഷപ്പ് കുര്യാളശ്ശേരി കോളേജ് ഈ കാലത്ത് മുഴുവൻ ഇതിലൂടെ കടന്നുപോയ വിദ്യാർത്ഥിനികൾക്ക് അറിവും ജ്ഞാനവും മാത്രമല്ല പകർന്നു കൊടുത്തത്, സ്നേഹവും വിശ്വാസവും കരുതലും ഒക്കെയാണ് ഈ കലാലയം വിദ്യാർത്ഥിനികൾക്ക്
പകർന്നു തന്നിട്ടുണ്ട്. ക്രിസാലിസ് എന്നൊരു വാക്ക് ഞാനിവിടെ ഉപയോഗിക്കുകയാണ്. പെൺകുട്ടിക്കാലത്തിന്റെ കൗമാരത്തിന്റെ പ്യൂപ്പയ്ക്കകത്തിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സ്വയം പര്യാപ്തയായ സ്ത്രീയായി മാറുക, പ്രതിസന്ധി കാലങ്ങളിലേക്ക് നടന്നു പോവുക എന്നതിന്റെ തുടക്കത്തിൽ ചിറകു മുളയ്ക്കുമ്പോൾ ആ സുരക്ഷിത വലയത്തിനകന്നു പിടഞ്ഞ് പുറത്തു കടന്ന് പറക്കുവാനുള്ള ആഴമുള്ള മണ്ണായി ഈ കലാലയം പലപ്പോഴും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇറങ്ങുന്ന പൂർവ്വ വിദ്യാർത്ഥിനികളെ ആഴത്തിൽ വേരോടുന്ന പൂമരങ്ങൾ എന്ന് വിശേഷിപ്പിക്കുകയാണ്. കാരണം ആ പൂമരങ്ങൾക്ക് എപ്പോഴും പൂത്തുലയുവാൻ, സ്വാതന്ത്ര്യത്തിൽ ചില്ലകൾ വിരിക്കണമെന്നുണ്ടെങ്കിൽ മണ്ണ് വേണം ആഴത്തിൽ വേരോടാൻ. ആ ആഴത്തിൽ വേരോട്ടമുള്ള ഈ കോളേജിന്റെ മണ്ണ് പകർന്നു തന്നത് അച്ചടക്കവും കൃത്യനിഷ്ഠയും സ്ത്രീക്ക് കഠിനാധ്വാനത്തിലൂടെ എവിടെ വരെയും ഉയരാമെന്ന് പറയുന്ന ആത്മവിശ്വാസവും അളവറ്റ മൂല്യബോധങ്ങളും സത്യസന്ധതയും ഒക്കെയാണ്. ജീവിതത്തിന്റെ ഏത് സ്വതന്ത്ര ആകാശങ്ങളിലേക്ക് പറന്നു പോയാലും ഒരു വ്യക്തിക്ക് ജീവിക്കുവാൻ ആവശ്യമുള്ള നല്ല വേരോട്ടമുള്ള മണ്ണ്, ഫലദായകമായ മണ്ണ്, മൂല്യബോധത്തിന്റെ മണ്ണ് ബിഷപ്പ് കുര്യാളശ്ശേരി കോളേജിൽ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ആത്മവിശ്വാസത്തിൻ്റെയാണ് ഇവിടുന്ന് വളർന്ന് പലയിടങ്ങളിൽ ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന, പല മേഖലകളിൽ സ്വയം പര്യാപ്തകളായ സ്ത്രീകളായി നേതൃനിരകളിൽ വർത്തിക്കുന്ന പെൺകുട്ടികൾ സ്ത്രീകളായപ്പോൾ അവർ ആർജിച്ച അടിസ്ഥാനം പലപ്പോഴും ഈ കൗമാരകാലത്ത് ഈ കലാലയത്തിലെ സുരക്ഷിത കാലത്തിൽ വീടിന്റെ സുരക്ഷിത ഇടത്തിൽ നിന്ന് മറ്റൊരു സുരക്ഷിത ഇടത്തിലേക്ക് എത്തിയിട്ട് ലോകത്തിലേക്ക് പറന്നപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച അടിസ്ഥാനപരമായ മൂല്യസങ്കല്പങ്ങളായിരുന്നു എന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കലാലയത്തിന്റെ 60 വർഷം എന്ന് പറഞ്ഞാൽ അതിന്റെ കൗമാരം പോലും കടക്കാത്ത കാലഘട്ടമാണെന്ന് വിശ്വസിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഈ കോളേജ് ഇപ്പോഴും കൗമാര കാലഘട്ടത്തിലൊക്കെയാണ്. നമ്മളൊക്കെ മുതിർമുത്തശ്ശിമാരായി പോകും. കോളേജ് എല്ലാ കാലത്തും വളർന്ന് യൗവനത്തിലേക്ക് എത്താൻ ഇനി എത്രയോ കാലമാണ്. പെൺകുട്ടികൾക്ക് പുറം ലോകത്തേക്ക് പറന്നുയർന്ന് പറക്കുവാൻ ചുരുക്കുകൾ നൽകുന്ന ഒരു സ്ഥാപനമായി ബിഷപ്പ് കുര്യാളശ്ശേരി കോളേജ് എല്ലാ കാലത്തും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ 60 വർഷക്കാലം ഇവിടെ കൂടെ കടന്നുപോയ ഗുരുക്കന്മാർ, അനധ്യാപകരായവർ, രാവും പകലും ഈ സ്ഥാപനത്തിനു വേണ്ടി സമർപ്പിത ജീവിതം നയിക്കുന്ന SABS സന്യാസി ഈ സമൂഹം, അഭ്യുദയകാംക്ഷികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം. Now, I invite our manager, Reverend Sister Lily Rose SABS, to hand over the token of love to our esteemed guests of honor, Dr. Rekha Matthews and Dr. Minnie Alice. പ്രൗഢവും സമുജ്വലവുമായ ഒരു മഹാസമ്മേളനത്തിന് ഇവിടെ തിരശീല വീഴുകയാണ്. BK കോളേജ് പിന്നിട്ട 6 പതിറ്റാണ്ടുകളുടെ മഹനീയവും സാർത്ഥകവുമായ അധ്യയന പാരമ്പര്യത്തിൻ്റെ പ്രൗഢിയും പാരമ്പര്യവും വിളിച്ചോതുന്ന വിധത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമ്മേളനമാണ് ഇവിടെ നടന്നത്. 60 വർഷം പിന്നിട്ട ഈ കലാലയത്തിന് ഈ ഒരു സമ്മേളനത്തെ പ്രതി തീർച്ചയായും അഭിമാനിക്കാം. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും അനുഗ്രഹം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഒപ്പം നിന്ന ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ SABS സന്യാസ സമൂഹത്തിൻ്റെ സെന്റ് തോമസ് പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യലും ഞങ്ങളുടെ മാനേജറുമായ റെവറൻഡ് സിസ്റ്റർ ലില്ലി റോസാണ്. ഏറ്റവും ബഹുമാനിയായ മദർ ലില്ലി റോസിനെ നന്ദിയോടെ ഓർക്കുന്നു. ഈ സമ്മേളനം ഇത്ര ഉജ്ജ്വലമാക്കിയത് ബഹുമാനായ ഡോക്ടർ ശശി തരൂർ MP സാന്നിധ്യമാണ്. 6-ാം വയസ്സിൽ എഴുത്തു ജീവിതം ആരംഭിച്ച് ലോകമറിയുന്ന എഴുത്തുകാരനായും വാഗ്മിയായും പ്രഭാഷകനായും UN നയതന്ത്രജ്ഞനായും ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രിയായും തിരുവനന്തപുരത്തിൻ്റെ MP യായും അങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം വ്യക്തിത്വ മികവിൻ്റെ പ്രതിഭാവിലാസത്തിൻ്റെ സുവർണ സ്പർശം പകർന്നു നൽകിയ കേരളത്തിൻ്റെ അഭിമാനം ഡോക്ടർ ശശി തരൂർ MP സ്നേഹാദരങ്ങളോടെ നന്ദി. കോട്ടയത്തിന്റെ പ്രിയങ്കരനായ MP ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് സാർ ഈ പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഇടപെടൽ ഈ പ്രോഗ്രാമിനെ വിജയപ്രദമാക്കാൻ സഹായിച്ചു. ശശി തരൂർ MP ഇന്ന് ഇവിടെ എത്തിച്ചേർന്നുവെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് ജോർജ് MP തന്നെയാണ്. ഈ പ്രോഗ്രാം മികച്ച വിജയം നേടണമെന്നും കൃത്യമായ ഒരു ദൗത്യം, അതേക്കുറിച്ചുള്ള ഒരു ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയും അതിനായി നിരവധി പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു.
ഞങ്ങളുടെ പ്രിയങ്കരനായ MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിന് PK കുടുംബത്തിന്റെ ഹൃദയത്തിൽ നിന്നും നന്ദി. 4-year UG പ്രോഗ്രാം ഉൾപ്പെടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അടിപൊളി മാറുകയാണ്. അതിനെല്ലാം ബൗദ്ധികമായി നേതൃത്വം നൽകുന്നത് ആദരണീയനായ നമ്മുടെ VC പ്രൊഫസർ ഡോക്ടർ CT അരവിന്ദകുമാർ സാറാണ്. സാറിന് അമലഗിരി കോളേജിന്റെ പേരിൽ നന്ദി പറയുന്നു. ബഹുമാനിയായ എഡ്യൂക്കേഷണൽ കൗൺസിലർ സിസ്റ്റർ ലിൻസി വലിയപ്ലാക്കൽ ഞങ്ങൾക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾക്കും സാന്നിധ്യത്തിനും നന്ദി. നമ്മുടെ കോളേജിലെ പൂർവ്വ അധ്യാപിക ഡോക്ടർ രേഖ മാത്യൂസ്, നമ്മുടെ കോളേജിന്റെ നാക്കിന്റെ 4th അക്രഡിറ്റേഷൻ സൈക്കിളിൽ A+ ഗ്രേഡിൽ എത്തിച്ച പ്രഗത്ഭയായ IQAC കോർഡിനേറ്റർ, ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പാസ്റ്റർ കൗൺസിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്നു. വിദ്യാർത്ഥികൾ എന്നും ഓർത്തിരിക്കുന്ന, അവരെന്നും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഓർത്തിരിക്കുന്ന മികച്ച അധ്യാപിക ഡോക്ടർ രേഖ മാത്യൂസിനെ അഭിമാനത്തോടെ സന്തോഷത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. ഈ കോളേജിൽ പഠിച്ചിറങ്ങി ആലുവ UC കോളേജ് എന്ന പ്രസിദ്ധമായ കലാലയത്തിന്റെ പ്രിൻസിപ്പലായ ഡോക്ടർ മിനി ആലിസ്, മിനി ടീച്ചർ ഒരു മലയാള അധ്യാപികയാണെന്നത് വ്യക്തിപരമായ സന്തോഷം കൂടിയാണ്. ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്കുകൾ മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന മിനി ടീച്ചറെ നന്ദിയോടെ സ്മരിക്കുന്നു. നമ്മുടെ കോളേജിന്റെ മുൻ മാനേജർ മദർ റോസ് ഗേറ്റ്, മദർ അനിൽ ചാലങ്ങാടി, മദർ റോസ് കുന്നത്തുപുരയിടം, മദർ ഡോക്ടർ മേഴ്സി നെടുമ്പുറം, മുൻ പ്രിൻസിപ്പൽമാർ സിസ്റ്റർ റോസ് കാങ്ങാശ്ശേരി, സിസ്റ്റർ റോസ് വലിയപറമ്പിൽ, ഡോക്ടർ ലീന മാത്യൂസ്, ഡോക്ടർ ആഗ്നസ് ജോസ്, ഇവർക്കും സാന്നിധ്യത്തിനും കരുതലിനും നന്ദി. ഞങ്ങളോടൊപ്പം നിന്ന് ഈ ഡയമണ്ട് ജൂബിലി ഏറ്റവും ഹൃദ്യമാക്കാൻ ശ്രമിച്ച ഞങ്ങളുടെ പൂർവ്വ അധ്യാപകർക്കും അനധ്യാപകർക്കും അമലഗിരിയുടെ ഹൃദയത്തിൽ തൊടുന്ന നന്ദി. വിവിധ കാലങ്ങളിൽ അമലഗിരിയിൽ പഠിച്ചിറങ്ങിയ നിരവധി സന്യസ്ത സമർപ്പിതരുടെ സാന്നിധ്യം ഈ സമ്മേളനത്തെ ഏറെ അനുഗ്രഹപ്രദമാക്കുന്നു. അമലഗിരിയുടെ ആദ്യത്തെ കൺമണികൾ ശ്രീമതി മേരിക്കുട്ടി അബ്രഹാം ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 60 ആണ്ടോളം പഴക്കമുള്ള 100 ഓർമ്മകൾക്കൊപ്പം സ്നേഹപൂർവ്വം നന്ദി. അമലഗിരി കോളേജിന്റെ ബാലാരിഷ്ടതകളിലൊപ്പമുണ്ടായിരുന്ന വരിക്കപ്പള്ളി കുടുംബത്തിന് ഞങ്ങളുടെ സ്നേഹവും നന്ദിയും. ഈ കോളേജിൽ പഠിച്ചിറങ്ങി ജീവിതത്തിന്റെ നാനാ മേഖലകളിൽ പ്രശോഭിക്കുന്ന ഏറ്റവും പ്രിയങ്കരരായ പൂർവ്വ വിദ്യാർത്ഥികളെ ഞങ്ങൾ ഒന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ വരും മിസ്സേ, ഞങ്ങൾ തീർച്ചയായും വരുമെന്ന് പറഞ്ഞ് ക്ലാസ് മാറ്റിവെച്ചും ലീവ് എടുത്തും ഉത്തരവാദിത്തങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് അവധി നൽകിയ പ്രിയപ്പെട്ട ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളെ നിങ്ങളെ അമലഗിരി ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ബഹുമാനിയായ പ്രിൻസിപ്പൽ മിനിമസ്, ഈ കോളേജിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സ്നേഹസ്പർശം പോലെ ഞങ്ങളോടൊപ്പമുള്ള മിനിമസിനെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, അവരാണ് ഈ ജൂബിലി ആഘോഷത്തെ ഏറ്റവും മനോഹരമാക്കിയത്. അവർ നൽകുന്ന ഊർജമാണ് ഈ പരിപാടിയുടെ വിജയം. ഈ ജൂബിലി ആഘോഷത്തെ ഏറെ മനോഹരമാക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. നമ്മുടെ കോളേജിലെ അധ്യാപകരും ജീവനക്കാരും കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഒരു ദിവസത്തിനായി കഠിനമായി പരിശ്രമിക്കുകയായിരുന്നു. ഒരു സ്വപ്നം പോലെ ഈ വജ്ര ജൂബിലി ആഘോഷം അമലഗിരിയുടെ ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ ഞങ്ങൾക്കൊപ്പമുള്ള സ്നേഹബഹുമാനിയായ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മഞ്ജു ജേക്കബ്, ബസാർ റവറൻഡ് സിസ്റ്റർ മോൻസിറ്റ, സൂപ്രണ്ട് സിസ്റ്റർ ബ്രിജിറ്റ്, ജൂബിലി കമ്മിറ്റി കോർഡിനേറ്റേഴ്സ് ആശ സൂസൻ, മിസ് ഷെറിൻ ജോർജ്, ഇന്നത്തെ ദൃശ്യവിരുന്നിനു മുമ്പിൽ പ്രവർത്തിച്ച മിസ് നിധി മേരി ജോൺ, മിസ് സ്മൃതി മേരി മാണി, മിസ് സ്നേഹ ജി നായർ, വിവിധ കമ്മിറ്റികൾക്ക് നേതൃത്വം നൽകിയ മിസ് രമ്യ, മിസ് രതികല, മിസ് ദിയ, സിസ്റ്റർ കരോളിൻ, സിസ്റ്റർ ലിൻഡ, സിസ്റ്റർ ദീപ, മിസ് കല്യാണിനി, പ്രിയപ്പെട്ട ജിജോ, റോബിൻ, ചേച്ചിമാർ, എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും മറ്റ് പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. ഈ മഹാസമ്മേളനത്തിനായി അമലഗിരി കോളേജിൽ സമ്മാനിച്ച നല്ല ഓർമ്മകളെ നമുക്ക് താങ്ങായി നിൽക്കട്ടെ. ഇവിടെ സന്നിഹിതരായ ഓരോരുത്തർക്കും അമലഗിരിയുടെ ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ആരെയെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും മനസ്സോട് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ വജ്ര ജൂബിലി ആഘോഷത്തെ ഇത്രയധികം മനോഹരമാക്കിയതിൽ നിങ്ങളുടെ സാന്നിധ്യത്തിനും സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. तव शुभ नामे जागे, तव शुभ आशीष मागे.
which is a heartfelt tribute to our mentors and our strong pillars of this college. BK College's legacy is built on the foundation laid by our former administrators, principals, vice principals, dear sisters, respected teachers, and all the non-teaching staff. Their tireless efforts, guidance, and love have nurtured generations of students. And this is a moment to acknowledge their wonderful contributions. On this momentous occasion, on behalf of the BK family, which you all are a part of, I request most humbly Very Reverend Mother Lily Rose, the manager of the college, and Sister Maria Rose, the vice principal of the college, to kindly honor our former teachers and non-teaching staff. A round of applause, please. Thank you for wonderful service rendered to our college. We are forever grateful. I now request Reverend Sister Rose Valiavarumbil, former principal of BK College, to please come forward. Thank you, sister. I now request Dr. Agnes Jose, former principal of BK College. Thank you so much, ma'am. I humbly request Dr. Lena Matthew, the former principal of BK College, to please come forward. Can we have a round of applause, please? Give a round of applause.
celebrate a kaleidoscope of talents, rhythm and creativity at this much awaited cultural extravaganza as a part of our 60th Diamond Jubilee. Each performance today is a reflection of the hard work and dedication of the participants, and we are thrilled to have you here to enjoy it. Yes, it's time to sit back, relax, and let the music, dance, and cultural brilliance unfold before us. I request you all to please sit down and wait for the performances we have in store for you. Without further ado, let's begin with our opening dance, Opening Serenade.
that was a beautiful start to our program, setting the perfect tone for what's to come. Next up, we have something lively. Let us now turn the stage over to the amazing performers of Western Harmony, a Western group that is sure to bring in some upbeat vibes. Give it up for them. Wow, that was electrifying. Such a great energy from the performers. Well done. Now, let's shift the mood with a graceful semi-classical dance. Akshaya Raj will be presenting Ananda Nritya, a performance that blends tradition with elegance. Please give her a big round of applause.
Mesmerizing performance, Akshaya. Truly a blend of art and passion. Up next is a contemporary dance performance titled Modern Mirage. Let's welcome the dancers who are ready to dazzle us with their modern moves and captivating expressions. Keep
Creativity and fluidity. The dancers really took us on a journey of emotions with that performance. Now we have a solo performance by Deepa Vinu, our alumni. Let's welcome her to the stage for an enchanting musical performance. Over to you, Deepa.
was an elegant solo. Thank you, Deepak, for such a graceful performance. It's now time for another beautiful semi-classical dance, Nritya Vinyasa. Please welcome the performers to the stage with a round of applause. Splendid display of tradition and talent. We can see the hard work that you guys put in. Now, let's take a break from the dances and enjoy some melodious voices. Here's a group song in Malayalam, Kavya Geetam. Let's give them a warm welcome. Thank you.
you, dear friends, for the beautiful and soulful performance. Next, we have a very unique performance, Robotic Rhythm. Watch as Gayatri Purushothaman takes robotic dance to a whole new level. Let's welcome her with a huge round of applause. Now that was something different. Incredible control and movements. Gayatri, you totally owned the stage. Give her a round of applause, please.
left us all in awe. Next up, we have Vintage Vibes, a retro dance performance that will take us back to the golden days of 60s and 70s. Let us all enjoy this energetic throwback. Baby, come on, tell me that you feel it too. I want it, baby, you gotta tell me that you feel it. DJ